നമസ്കാരം. പഞ്ചമഹാപുരുഷ യോഗത്തിലെ കുജന്റെ യോഗമായ രുചകയോഗത്തെ പറ്റിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ പഞ്ചമഹാപുരുഷ യോഗത്തിലെ ശുക്രന്റെ യോഗമായ മാളവീയ യോഗത്തെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അത് പഞ്ചമഹാപുരുഷ യോഗത്തിലെ കുജന്റെ ഇതുപോലെ തന്നെയാണ്. അതായത് ശുക്രൻ കേന്ദ്രത്തിൽ വരികയും, കേന്ദ്രം എന്ന് പറയുന്നത് ലഗ്നം നിൽക്കുന്നിടത്ത്, നിൽക്കുന്നിടത്ത് 1, അതിൻ്റെ 4 ക്ലോക്ക് വൈസ് ആയിട്ട് എണ്ണുമ്പോൾ അവിടുന്ന് 4-ലോ 1-ലോ 4-ലോ 7-ലോ 10-ലോ അതാണ് കേന്ദ്രം. ഈ കേന്ദ്രഭാവത്തിൽ വരികയും അത് ശുക്രന്റെ ഉച്ചരാശിയായ മീനത്തിലോ അല്ലെങ്കിൽ സ്വക്ഷേത്ര ആയ ഇടവത്തിലോ മൂലക്ഷേത്രം ആയ തുലാത്തിലോ, അതായത് മീനം, ഇടവം, തുലാം, ഇതിൽ 3-ൽ ഏതെങ്കിലും എവിടെയെങ്കിലും ശുക്രൻ നിൽക്കുകയും അത് കേന്ദ്രഭാവമാകുകയും, അതായത് ലഗ്നം അവിടെ നിൽക്കുകയോ ഇതിലേതെങ്കിലും ഭാവത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ലഗ്നത്തിന്റെ 4-ൽ ഈ 3 രാശികളിൽ ഏതെങ്കിലും ഒരു രാശി വരികയോ 7-ൽ വരികയോ 10-ൽ വരികയോ ചെയ്താൽ അപ്പോൾ ശുക്രൻ കേന്ദ്രത്തിലുമായി, ശുക്രന്റെ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ആയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മാളവിയോഗം സംഭവിക്കുന്നു. നമുക്ക് എന്താണ് മാളവിയോഗം എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് പൊതുവേ നമ്മൾ ഈ ശുക്രദശ എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവെ പറയുന്നുണ്ട് ഇനി ശുക്രദശയാണ്, വളരെ നല്ലതാണ്. പക്ഷെ ശുക്രദശ എല്ലാം വളരെ നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശുക്രൻ ജാതകത്തിൽ എവിടെയാണോ നിൽക്കുന്നത്, ശുക്രന്റെ ബലം, ഇത് വെച്ചിട്ട് ശുക്രദശ നല്ലതോ ചീത്തോ എന്ന് പറയാൻ പറ്റില്ല. അതായത് ശത്രുക്ഷേത്രത്തിൽ ഗ്രഹങ്ങൾ തമ്മിൽ ശത്രുതയും മിത്രതയും എല്ലാം ഉണ്ട്. അപ്പോൾ ശത്രുക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മൗഢ്യം ബാധിച്ചു സൂര്യനോട് ഇത്ര ഡിഗ്രി മാറി നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് സൂര്യന്റെ പ്രഭ കൊണ്ട് ശുക്രൻ മങ്ങി നിന്ന് മൗഢ്യം വരികയോ, ശുക്രന്റെ നീചക്ഷേത്രം, അതായത് കന്നിയാണ്, കന്നിക്കൂറിൽ ശുക്രൻ നിൽക്കുകയോ കന്നി രാശിയിൽ ശുക്രൻ നിൽക്കുകയോ ഈ മൗഢ്യം ബാധിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശത്രുക്ഷേത്രങ്ങൾ, ശുക്രന്റെ ശത്രു ഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളിൽ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ശുക്രനെ കൊണ്ട് നല്ല ഫലങ്ങൾ കിട്ടില്ല ശുക്രദശ വരുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പറയാറുണ്ട് ശുക്രദശയാണ് ഇനി അടിപൊളിയാണെന്നൊക്കെ. പക്ഷെ ശുക്രദശ ഈ രീതിയിൽ നിന്നാൽ ഗുണം ചെയ്യില്ല, അതിനപ്പുറം ദോഷം ചെയ്യും. അതായത് പൊതുവെ കുടുംബജീവിതം, ഭാര്യ എന്നൊക്കെ പറയുന്ന ഒരു പാർട്ട്ണറെയൊക്കെ ചിന്തിക്കുന്നതിൻ്റെ കാരകനാണ് ശുക്രൻ. അപ്പൊ അതിനെല്ലാം ശുക്രൻ ചിലപ്പോൾ ദോഷം ചെയ്യും ഈ ഇതിൽ നിന്നാൽ. അതല്ല ഇപ്പൊ നമ്മൾ നോക്കുന്ന, അതല്ല എങ്കിൽ ശുക്രദശ പൊതുവെ നന്നായിട്ടാണ് കാണുന്നത്. 20 വർഷമാണ് ശുക്രദശ. അത് ദശയുടെ കാര്യമാണ്. നമ്മൾ ഈ മാളവീയ യോഗത്തിലോട്ട് വരുമ്പോൾ കേന്ദ്രഭാവങ്ങൾ 1, 4, 7, 10 ഇതിൽ എവിടെയെങ്കിലും ആയിട്ട്, ലഗ്നാൽ 1, 4, 7, 10 ഇവിടെ എവിടെയെങ്കിലും ശുക്രൻ വരികയും അത് ശുക്രന്റെ ഉച്ചരാശിയായ മീനത്തിലോ തുലാത്തിലോ ഇടവത്തിലോ ആവുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ മാളവീയ യോഗമായി. ഇനി ശുക്രനെ പറ്റി ചിന്തിക്കുമ്പോൾ ശുക്രൻ എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്? ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കർമ്മമുണ്ട്, ഓരോ കാരകത്വമുണ്ട്. അപ്പൊ ശുക്രന്റെ കാരകത്വം വെച്ചിട്ട് നമ്മൾ മെയിനായിട്ട് ശയനഗൃഹം, അതായത് വീട്ടിലെ കിടപ്പുമുറി, വാഹനത്തിന്റെ കാരകത്വമുണ്ട് ശുക്രന്, നൃത്തശാല, അതായത് പെർഫോമിംഗ് ആർട്സ് ഇല്ലേ, അതായത് അഭിനയം, സംഗീതം, നൃത്തം, സ്റ്റേജ്, ഡ്രാമ, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ കാരകത്വമുണ്ട്. അപ്പൊ ശുക്രന് ബലം ഉണ്ടെങ്കിൽ ഇതിലെല്ലാം മറ്റേ ശുക്രൻ ബലമുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരു നിപുണനായിരിക്കും, അല്ലെങ്കിൽ ഇതിലെല്ലാം വാസന ഉണ്ടാവും, അതിൽ ഉയർന്നു വരാനൊക്കെ സാധ്യതയുണ്ട് ആ ജാതകൻ. പിന്നെ സംഗീത വിദ്യാലയം, ഫിലിമായിട്ട് പ്രവർത്തിക്കുന്നത്, പൂന്തോട്ടം, കൃഷിസ്ഥലം, പിന്നെ ആഭരണങ്ങൾ ശുക്രന്റെ ഇതിൽ വരുന്നതാണ്, സ്വർണമെല്ലാം, പിന്നെ ബ്യൂട്ടി പാർലർ, പിന്നെ എന്താ പറയുക ടെക്സ്റ്റൈൽ, ഈ ഡ്രസ്സിങ്ങിനോടും ഒക്കെ നല്ല താല്പര്യം ഉണ്ടാവും, ടെക്സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, അല്ലെങ്കിൽ സ്വർണ്ണക്കട. അപ്പൊ ഇതിനൊക്കെ ഇത് കർമ്മഭാവത്തിലൊക്കെ നിന്നാൽ ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ഒക്കെ നമുക്ക് അങ്ങനെ വരാറുണ്ട്. ശുക്രൻ കർമ്മഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നേരെ ചോദിക്കാം ഇയാൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും മേഖലയായിട്ടൊക്കെ ആയിരിക്കും അയാൾക്ക് ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അതിൽ വലിയ താല്പര്യമുള്ള ആളായിരിക്കും, കലാപരമായിട്ടൊക്കെ വാസന ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് പിന്നെ ജീവിത പങ്കാളി, പാർട്ട്ണറെ നമ്മൾ ചിന്തിക്കുക, വിവാഹം ചിന്തിക്കുക, പ്രണയം, അതായത് കുജനും ശുക്രനും കൂടിയൊക്കെ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രണയത്തിലോട്ടൊക്കെ പോകാവുന്ന ഒരു കണ്ടീഷനാണ്. അവിടെ രാഹുവും കൂടിയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നമുക്ക്
കൈവിട്ട പ്രണയം, അതായത് നമ്മൾക്ക് നമ്മുടെ ഒരു രീതിക്ക് താഴേക്കുള്ള അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ഒരു പ്രണയത്തിലോട്ടൊക്കെ പോകാൻ ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ ശുക്രനെ സൂക്ഷിച്ചില്ലെങ്കിൽ ശുക്രൻ ചില രീതിയിലുള്ള ചില അശുഭഫലങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ്. അല്ലെങ്കിൽ ശുഭഗ്രഹമാണ്. നല്ല ആഡംബരമായ ജീവിതത്തിലെ ഭൗതിക സുഖങ്ങൾ, അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭൗതിക സുഖങ്ങൾ ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുക. ശുക്രന് ബലമുണ്ടെങ്കിൽ ഭൗതിക സുഖങ്ങൾ നല്ലോണം കിട്ടുന്നതായിരിക്കും. നല്ല രീതിയിൽ അണിഞ്ഞ് ഒരുങ്ങി നടക്കുക, ഡ്രസ്സ് ചെയ്ത് നടക്കുക, ധനം സമ്പത്ത് എല്ലാം വരുന്നതാണ്. ഇനി മാളവ്യ യോഗത്തെ പറ്റിയിട്ട് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു ആ 3 രാശികളിൽ എവിടെയെങ്കിലോ കേന്ദ്രത്തിലോ വരുമ്പോഴാണ്. അതിൽ ഇടവം, തുലാം, മീനം ഈ ലഗ്നമുള്ളവർക്ക്, ഇത് ലഗ്നമായി ഉള്ളവർക്ക് 1-ാം ഭാവത്തിലെ ശുക്രനാണ് മാളവ്യയോഗം തരുന്നത്. അതായത് ഇടവത്തിലോ തുലാത്തിലോ മീനത്തിലോ നിൽക്കുമ്പോൾ, ലഗ്നം നിൽക്കുമ്പോൾ അവിടെ ശുക്രനും കൂടി നിൽക്കുമ്പോൾ അവർക്ക് മാളവ്യയോഗമായി. അങ്ങനെയുള്ളവർക്ക് പ്രശസ്തി, പണം, ആഡംബര ജീവിതം, കലാവാസന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും. കലാപരമായ ഉയർച്ചകളും ഒക്കെ ഉണ്ടാവാവുന്ന, അതുവഴി പ്രശസ്തിയൊക്കെ ഉണ്ടാവാവുന്ന ഒരു ഇതാണ്. പിന്നെ കർക്കിടകം, ധനു, കുംഭം ഈ ലഗ്നക്കാരുടെ 4-ാം ഭാവത്തിലാണ് ശുക്രൻ മാളവ്യയോഗം ഉണ്ടാക്കുന്നത്. കർക്കിടകം, ധനു, കുംഭം ഇവർക്ക് 4-ാം ഭാവത്തിൽ ശുക്രമൻ, ഈ ലഗ്നക്കാർക്ക് കർക്കിടക ലഗ്നമോ ധനു ലഗ്നമോ കുംഭം ലഗ്നമോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്, വാഹനം, നല്ല വീട് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വീട് ഉണ്ടാവുക, വാഹനങ്ങൾ ഒന്നിൽ കൂടുതൽ വാഹനം ഉണ്ടാവുക, പിന്നെ സുഖജീവിതം, ആഡംബരമായ ജീവിതം, ഉന്നതി, ഇതെല്ലാം കിട്ടിയേക്കും. പിന്നെ മേടം, വൃശ്ചികം, കന്നി ഈ ലഗ്നം, ഇത് ലഗ്നമായി വരും. മേടവും വൃശ്ചികമോ കന്നിയോ ലഗ്നമായി വരുന്നവർക്ക് 7-ലെ ശുക്രൻ, 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ മാളവ്യയോഗമായി. അപ്പൊ 7-ലെന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പാർട്ട്ണറെ ചിന്തിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നല്ല ഭാര്യ, നല്ല സമ്പത്ത്, പിന്നെ പുറത്തേക്ക് ഗൾഫിലേക്കോ അല്ലെങ്കിൽ വേറെ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകാനായിട്ടും അവിടെ ജോലി ചെയ്ത് സ്ഥിരതാമസമാക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സാധ്യത, അവിടെ പോയി രക്ഷപ്പെടാനും ഒക്കെ ആയിട്ടുള്ള ഒരു ചാൻസ് ആണ് അങ്ങനെയുള്ളവർക്ക് വരിക 7-ല്. പിന്നെ മിഥുനമോ ചിങ്ങമോ മകരമോ ഇതിലേതെങ്കിലും ലഗ്നമായി വരികയും അവരുടെ 10-ൽ ശുക്രൻ നിന്നാൽ 10-ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് മാളവ്യയോഗമായി. 10-ൽ എന്ന് പറഞ്ഞാൽ തൊഴിലിന്റെ സ്ഥാനമാണ്. അപ്പൊ തൊഴിലിൽ ഉന്നതി, അതിലൂടെ പ്രശസ്തി, പിന്നെ കലാപരമായ വാസന, അതിൽ അവസരങ്ങൾ, അതിൽ പ്രശസ്തി, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാമ്പത്തികമായിട്ടൊക്കെ നല്ല നേട്ടം, ആഡംബര ജീവിതം, ഇതൊക്കെയാണ് പൊതുവെ മാളവ്യ യോഗം ഈ ഇതിലൊക്കെ വന്നാൽ ഉണ്ടാവുക. പിന്നെ പൊതുവേ പറഞ്ഞാൽ പൊതുവേ മാളവ്യയോഗം ഉള്ളവർക്ക് ഒരു കാര്യം പറഞ്ഞാൽ ഒരു സുഖലോലുപരായിരിക്കും. ഇഷ്ടംപോലെ ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കുക എന്നൊക്കെ പറയുന്ന ഒരു താല്പര്യം ഉണ്ടാവും അവർക്ക്. അതിനുള്ള സാമ്പത്തിക ശേഷിയും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ജീവിത സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, എല്ലാത്തിനും സുഖമായിരിക്കും, എല്ലാം ചെയ്തു തരാൻ ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുണ്ടാവും. പിന്നെ ധനം, പ്രഭുത്വം, നേതൃഗുണം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അതെല്ലാം അവർ കാണിച്ചു വരും. പിന്നെ സ്ത്രീകളോട് അടുത്ത് ഇടപെടുന്നവരായിരിക്കും കുറച്ച് താല്പര്യം. അപ്പൊ അതിൽ തന്നെ കുറച്ച് ഒരു പരിധിയൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളും, ശുക്രന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കയറൂരി വിട്ട് കഴിഞ്ഞാൽ ശുക്രൻ ചിലപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില രഹസ്യബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പൊ അത് ഈ രാഹു യോഗവും ഒക്കെ ഉണ്ടെങ്കിലാണ് അങ്ങനെ വരിക. അപ്പൊ അത് സൂക്ഷിക്കണം. അത് ചിലപ്പോൾ ഈ ശുക്രദശയിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഇത് കഴിഞ്ഞു വരുന്ന ദശകളിൽ പിൽക്കാലത്ത് ചിലപ്പോൾ ഇതിന്റെ ഭവിഷ്യത്തും പണിയും ഒക്കെ ആയിട്ട് ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പൊ അങ്ങനെയുള്ള ചില ചെറിയ നെഗറ്റീവ് സംഭവങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കലകള്, സാഹിത്യം, ഇതിനോടൊക്കെ ഉള്ള താല്പര്യം, അതിലൊക്കെ ഉള്ള അവസരങ്ങൾ, ഉന്നതി എല്ലാം ഉണ്ടാവുന്നതാണ്. നല്ല ഭാര്യ, നല്ല സന്താനം, ഇതെല്ലാം ഉണ്ടാവുന്നതാണ്. ആഡംബര ജീവിതം ഇഷ്ടപ്പെടും പൊതുവെ, അത് അവർക്ക് സാധിക്കുകയും ചെയ്യും ജീവിതത്തിൽ. പിന്നെ ഒരു പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഏത് തന്നെ ഇപ്പൊ 5 യോഗങ്ങളുണ്ട്. അതിലിപ്പോൾ മാളവ്യ യോഗം വന്ന 77 വയസ്സിന് മുകളിലാണ് ആയുസ് പൊതുവെ പറയുക. മറ്റ് ഗ്രഹങ്ങളുടെ ബലവും കൂടി എല്ലാം വരും ശനിയുടെ, എങ്കിൽ പോലും പൊതുവെ 77 വയസ്സും കുറച്ച് ആയുസ്സുള്ളവരായിരിക്കും. പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഏത് യോഗം വന്നാലും, ഇപ്പൊ മാളവ്യ യോഗം വരുമ്പോൾ 77 ആയുസ് എങ്ങനെയായാലും ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ പൊതുവെ ശുക്രന്റെ ബലവും ഇതൊക്കെ പറയുമ്പോഴും മാളവ്യയോഗം ഉണ്ടെങ്കിൽ തന്നെയും ശുക്രന് ശത്രുഗ്രഹങ്ങളുടെ ബന്ധമോ അല്ലെങ്കിൽ ദൃഷ്ടിയോ, പിന്നെ ശുക്രന് മൗഢ്യം, സൂര്യനോട് ചേർന്ന് നിന്നിട്ട് ഉള്ള മൗഢ്യം, ഇതെന്തെങ്കിലും വന്നാൽ മാളവ്യയോഗം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണ ഫലം കിട്ടില്ല. എന്നാലും കുറേയൊക്കെ ഒരു സമ്മിശ്രമായിട്ട് വരും. ഇത് ഇല്ലാത്തവരാണെങ്കിൽ അത് നല്ല രീതിയിൽ, കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. ഇതാണ് പൊതുവേ മാളവ്യയോഗം. അതായത് ഭൗതിക സുഖങ്ങളുടെ വാഹനം, വീട്,
കലാപരമായ കഴിവുകൾ എല്ലാം ഇങ്ങനെ നമ്മൾ പറയില്ല, അടിപൊളി അടിച്ചു പൊളിച്ചുള്ള ഒരു ലൈഫിനൊക്കെ സാധ്യത ഉള്ളവരാണ്. ഫിസിക്കലായിട്ടുള്ള ഒരു കുറേ സുഖങ്ങൾ കിട്ടുന്ന ഒരു സംഭവങ്ങളാണ് ശുക്രൻ തരുന്നത്. അപ്പോൾ മാളവിയോഗം ഉള്ളവർക്ക് അതെല്ലാം എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ശുക്രന്റെ ദശയൊക്കെ അവർക്ക് ഇതിൻ്റെ ഇടയിൽ വന്നുകൂടി പെട്ട് കഴിഞ്ഞാൽ അവർ വല്ലാണ്ട് ഫ്ലറിഷ് ആവും ആ ഒരു സമയത്ത്. അത് ഈ മൗഢ്യമൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. മൗഢ്യം അല്ലെങ്കിൽ ശത്രുവിൻ്റെ യോഗം ദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചില കുറവ് വരും. അപ്പൊ ഈ മാളവിയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പേടിക്കാനില്ല. ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് മറ്റു പലതിനെ അവർക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ ഈ കുറച്ച് നമ്മൾ ഓരോരുത്തരായിട്ട് ഇടപെടുക, പ്രത്യേകിച്ച് മറ്റുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളുമെല്ലാം രഹസ്യ ബന്ധങ്ങളുമെല്ലാം വരെ രാഹുവിന്റെ ഇടപെടലൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഇതുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു ഇതിലേക്ക് ഇത് പോകും. ഇതാണ് മാളവിക യോഗത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്.